പ്രണയശലഭങ്ങൾ ഭാഗം 21. ബൈക്ക് നിർത്തിയിറങ്ങിയ യുവാവിനെയും വീണ കിടക്കുന്ന ഗൗരിയെയും കണ്ടപ്പോൾ അയാൾ അല്പം നടുങ്ങി. കാൽ മെല്ലെ പിറകോട്ടെടുത്തു വെച്ചു. ഇനിയും താൻ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ പെട്ടെന്ന് തിരിഞ്ഞോടാൻ തുടങ്ങി. അയാൾക്ക് പിറകെ അവൻ ഓടാനായി തുനിഞ്ഞെങ്കിലും റോഡരികിൽ വീണു കിടക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൻ മറ്റൊന്നിനെക്കുറിച്ചും കൂടുതൽ ആലോചിച്ചില്ല. തെറിച്ചു വീണ ശക്തിയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ അവൾ വിഷമിക്കുന്നത് കണ്ട പാടെ അവൻ ഓടി അവൾക്കരികിലേക്കെത്തി. ഗൗരി! അവളുടെ നേരെ കൈകൾ നീട്ടിയവൻ ഇടറിയ സ്വരത്തോടെ വിളിച്ചു. ആ സ്വരം കേട്ടയുടൻ ആശ്വാസത്തോടെ അവൾ വീണ്ടും അവിടെ നിന്നും എഴുന്നേൽക്കാനായി ശ്രമിച്ചെങ്കിലും അതിനു കഴിയാതെ അവൾ പ്രയാസപ്പെടുന്നതവൻ തിരിച്ചറിയുകയായിരുന്നു. കൂടുതൽ ആലോചിക്കാനോ സമയം കളയാനോ നിൽക്കാതെ അവൻ്റെ ആ 2 കൈകളും ഉപയോഗിച്ച് അവളെ മെല്ലെ കോരിയെടുത്തു. അവളെയും താങ്ങിപ്പിടിച്ചവൻ മുന്നോട്ട് നടന്നു. ആശ്ചര്യത്തോടെ ആ കണ്ണുകൾ അവനെ തന്നെ നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് താഴേക്ക് ഊർന്നു വീഴാതിരിക്കാനായി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിലൂടെ അവൾ ചുറ്റി മുറുകെ പിടിച്ചു. തൊട്ടപ്പുറത്ത് വളർന്നു പന്തലിച്ചു നിന്നിരുന്ന ആൽമരച്ചോട്ടിലെ കൽപ്പടവിലേക്ക് അവളെ അവൻ കൊണ്ടിരുത്തി. അപ്പോഴും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമർത്തിപ്പിടിച്ചിരുന്ന അവളുടെ കൈകൾ പിൻവലിക്കാൻ മറന്നെന്ന പോലെ ആ കണ്ണുകളിലേക്ക് തന്നെ അവൾ അത്ഭുതത്തോടെ നോക്കി. ഒരു നിമിഷം അവനും ആ നോട്ടത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പരസ്പരം ഇമവെട്ടാതെ അവർ നോക്കിയിരുന്നു. പെട്ടെന്നവൾ അവൻ്റെ കയ്യിൽ നിന്നും അടർന്നു മാറിയ ചമ്മലോടെ മെല്ലെ മുഖം താഴ്ത്തി. കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ചോർത്തപ്പോൾ പേടിയോടെ അവൾ മുഖം പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്തു പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ അറിയാതെ അവനും വിഷമത്തിലായി. അവളുടെ തലയിൽ തൻ്റെ കൈവിരലുകൾ കൊണ്ട് മെല്ലെയൊന്ന് തഴുകാനായി അവൻ ശ്രമിച്ചു. കലങ്ങി മറിഞ്ഞ കണ്ണുകളോടെയുള്ള അവളുടെ നോട്ടം ആദിയുടെ ഹൃദയത്തെയും വേദനയിലാഴ്ത്തുകയായിരുന്നു. തഴുകിയ കൈകളിൽ പിടിച്ചുകൊണ്ടവൾ അവനെ നോക്കി വീണ്ടും തേങ്ങിക്കരഞ്ഞു. ആദിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ എന്നെ... അവളുടെ സ്വരമിടറി. പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ ആ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിച്ച് അവൻ്റെ അരികിലേക്ക് പറ്റിച്ചേർന്നിരുന്നു. കണ്ണുകളിൽ നിന്നും ഊർന്നിറങ്ങിയ കണ്ണുനീർ തുള്ളികളെ അവൻ തൻ്റെ വലതു കൈയാലെ പതിയെ ഒപ്പിയെടുത്തു. അതിനുശേഷം അവളുടെ കൈകളെ തൻ്റെ കൈയും ചേർത്ത് പിടിച്ചവൻ അവളെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. എന്താടോ ഗൗരി ഇത്? കൊച്ചുകുട്ടികളെപ്പോലെ. താനിനി ഭയപ്പെടേണ്ട കാര്യമില്ലടോ. ഞാൻ എത്തിയില്ലേ. ഇനി തന്നെ ഉപദ്രവിക്കാനായി ഇവിടേക്ക് ആരും വരില്ല. ആരും. ആശ്വാസവാക്കുകൾ കൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ വീണ്ടും പരിഭ്രമം ഓടിക്കയറിയത്. ഗൗരി! അവളുടെ കൈമുട്ടിൽ നിന്നും ചോര വാർന്നൊലിക്കുന്നത് കണ്ടതും അവൻ വീണ്ടും വെപ്രാളപ്പെടാൻ തുടങ്ങി. പിന്നിലേക്ക് തെറിച്ചു വീണപ്പോൾ കല്ലിൽ ചെന്നിടിച്ചതിൻ്റെ ഫലമായി സംഭവിച്ചതാകുമെന്നവൻ ഊഹിച്ചു. പേടിയും പരിഭ്രമവും കാരണം അവളുടെ ശരീരത്തിനേറ്റ മുറിവോ വേദനയോ ഒന്നും തന്നെ തിരിച്ചറിയാനാവാതെ ശരീരം മരവിച്ച അവസ്ഥയിലായിരുന്നു അത്രയും നേരം അവൾ തൻ്റെ കൂടെ ഇരുന്നിരുന്നത്. ആദിത്യൻ പറഞ്ഞപ്പോഴായിരുന്നു തനിക്ക് സംഭവിച്ച മുറിവിനെക്കുറിച്ച് അവളും ഗവനിക്കാനിടയായത്. കുറച്ചധികം വലിപ്പത്തിലുള്ള ആ മുറിവിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ടയുടനെ എന്തു ചെയ്യണമെന്നറിയാതെ അവനും പരിഭ്രമിച്ചു. പെട്ടെന്നാണ് അവളുടെ കഴുത്തിൽ ചുറ്റിയിട്ടിരുന്ന ഷോൾ അവൻ ശ്രദ്ധിച്ചത്. അവനത് പെട്ടെന്ന് വലിച്ചൂരി. തൻ്റെ മാറിടത്തിൽ നിന്നും വേർപെട്ടു പോയ ഷോളിലേക്ക് അവൾ നോക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവൻ്റെ കയ്യിലേക്ക് അത് ഭദ്രമായി എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്നവൾ ഇടത് കൈകൊണ്ട് തൻ്റെ ചുരിദാറിൻ്റെ കഴുത്തിൽ പിടിച്ച് ശരിയാക്കിയും പിന്നിലേക്ക് അല്പം വലിച്ചിറക്കാനുമുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിവെച്ചു. തന്നിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലൊരു ഭാവത്തിൽ അവൾ കഴുത്തിലേക്ക് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൂളിയിരുന്നു. എന്നാൽ അതിലേക്കൊന്നും ശ്രദ്ധ ചെലുത്താതെ പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടവൻ അപ്പോഴേക്കും ഷോൾ കടിച്ചു മുറിച്ച് ചീന്തിയിരുന്നു. അതിനുശേഷം അവളുടെ കൈമുട്ട് നന്നായി വരിഞ്ഞു കെട്ടാൻ തുടങ്ങി. ഗൗരിയുടെ കയ്യിൽ പിടിച്ചവൻ തുണി കൊണ്ട് ഒന്നൊന്നായി ചുറ്റിക്കെട്ടുമ്പോൾ അവളുടെ ശ്രദ്ധ ചെന്നു പതിച്ചത് അവൻ്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. ആ സംരക്ഷണം ആദ്യമായി തിരിച്ചറിയുന്ന അത്ഭുതവും അമ്പരപ്പും ഇടകലർന്ന നോട്ടമായിരുന്നു അത്. വളരെ ശ്രദ്ധയോടെ മുറിവ് കെട്ടിത്തീർന്നതിനിടയിൽ പെട്ടെന്നായിരുന്നു ആദിത്യൻ അവളെ ഒന്ന് നോക്കിയത്. അവൻ്റെ ആ നോട്ടം ആ കണ്ണുകളുമായി കൂട്ടിയുടക്കിയതും ഒന്ന് നിശ്വസിക്കാൻ പോലും കഴിയാത്ത ഭാവത്തോടെ അവൾ ഒരു വീർപ്പുമുട്ടലിൽ അകപ്പെട്ടതുപോലെയിരുന്നു. ആ നോട്ടത്തെ തൻ്റെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് ഭാവിച്ച് വിരലുകൾ കൊണ്ട് മുടിയിഴകളെ മെല്ലെ അവൾ ചെവിയുടെ പിറകിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിച്ചപ്പോൾ തൻ്റെ പെരുമാറ്റവും ഒരുപാട് ഓവറായി പോയോ എന്ന തോന്നലോടെ നെറ്റി തടവിക്കൊണ്ടവൻ പുഞ്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റു.
പതുക്കെ കൈയൊന്ന് ഉയർത്തി നോക്കാൻ അവൻ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നനക്കാൻ പോലും സാധിക്കാത്ത വേദനയോടെ വീണ്ടും അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. മുറിവിൻ്റെ വേദനയുടെ ആഴം അവൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ? താനൊരു ഓട്ടോ വിളിച്ചാണ് ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കായിരുന്നില്ല. പരിചയമില്ലാത്ത ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് പോകാൻ താൻ ഒരിക്കലും ശ്രമിക്കരുതായിരുന്നു ഗൗരി. പെണ്ണിൻ്റെ കോലം കണ്ടാലേ പിടിച്ചു തിന്നാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ നാടാണിത്. അങ്ങനെയുള്ളപ്പോൾ തന്നെപ്പോലൊരു... ആ വാചകം അവൻ പൂർണ്ണമാക്കാൻ ശ്രമിച്ചില്ല. അപ്പോഴേക്കും സങ്കടവും തേങ്ങലും എല്ലാം കൂടി മുഖത്ത് കുത്തി നിറച്ച ഭാവത്തിൽ അവൾ ഇരിപ്പ് തുടങ്ങി. ഇനി ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നല്ലേ പണ്ടുള്ളവർ പറയാറ്. താൻ ഒരുപാട് വായിക്കുന്ന ആളല്ലേ. പത്രത്തിലും ന്യൂസിലുമൊക്കെ ഇത്തരം വാർത്തകൾ ദിനം പ്രതി നടക്കുന്നത് കാണുന്നതല്ലേ. ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ചില ഐറ്റംസുകളൊക്കെ കയ്യിൽ കരുതിക്കൊള്ളണം. മുളകുപൊടിയോ പേനക്കത്തിയോ സേഫ്റ്റി പിന്നോ അങ്ങനെ ചിലതൊക്കെ എപ്പോഴും സൂക്ഷിച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് ഉപകാരപ്പെടും. ഇതൊന്നും അറിയാണ്ടെയാണോ ഇത്രയും ദൂരം പഠിക്കാനെന്നും പറഞ്ഞ് താൻ വന്നിരിക്കുന്നത്? ഇനി ഏതായാലും ഇവിടെ നടന്നതൊന്നും തൽക്കാലം ആരും അറിയണ്ട. മീരയോട് പോലും ഒന്നും പറയാൻ ശ്രമിക്കാതിരിക്കുക, കേട്ടല്ലോ? അവൾ ആഴത്തിലൊന്ന് മൂളി. തൻ്റെ ഭാഗം ന്യായീകരിക്കാനായി അവൾ എന്തേലും പറയാനോ ചോദിക്കാനോ ശ്രമിച്ചില്ല. കാരണം ആദിത്യൻ്റെ രോഷവും ചീത്തപ്പറച്ചിലുമെല്ലാം കേട്ടപ്പോൾ അതെല്ലാം സത്യമാണെന്ന് അവൾക്കും ബോധ്യമായിരുന്നു. ഒന്നിനും തൻ്റെ കൈകളിൽ ഉത്തരമില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. മനസ്സിൽ മൂടിക്കെട്ടിയ വേദനയുടെ കണ്ണുനീർ തുള്ളികളെ അവൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചു നേരത്തെ വിശ്രമത്തിനൊടുവിൽ അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാമെന്ന് അവനും തീരുമാനമെടുത്തതോടെ അവൻ ബൈക്ക് തിരിച്ച് അവളുടെ അരികിലേക്ക് ചേർത്ത് നിർത്തി. ബാഗെടുത്ത് വീണ്ടും തൻ്റെ തോളിൽ തൂക്കാൻ ശ്രമിച്ചപ്പോൾ അവനത് പിടിച്ചു വാങ്ങി ബൈക്കിന് മുൻവശത്ത് ചെരിച്ചു വെച്ചു. അവൾ മെല്ലെ കയറിയിരുന്നു. ഇടതു കൈകൊണ്ട് പിറകിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. മിററിലൂടെ അവളെ നോക്കിക്കൊണ്ടവൻ പോകാമെന്ന ഭാവത്തിലൊന്ന് പുഞ്ചിരിച്ചു. വളരെ പതുക്കെയാണ് ആദിത്യൻ ബൈക്ക് ഓടിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ വലത്തെ കണ്ണാടിയിലൂടെ അവളെ ശ്രദ്ധിക്കാനും അവൻ മറന്നിരുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഹോസ്റ്റലിൻ്റെ മതിൽക്കെട്ടിനടുത്തേക്ക് എത്തിയതും അവൻ ബൈക്ക് മെല്ലെ നിർത്തി. കുറച്ചുകൂടി നടന്നാലേ ഹോസ്റ്റലിന് മുൻവശത്തെ ഗേറ്റിനടുത്തേക്ക് എത്തുകയുള്ളൂ എന്ന കാര്യം അവൻ അറിയാമായിരുന്നിട്ടും ഗൗരിയോട് തൽക്കാലത്തേക്ക് വണ്ടിയിൽ നിന്നിറങ്ങാനായി അവൻ ആവശ്യപ്പെടുകയായിരുന്നു. താനിവിടെ ഇറങ്ങിക്കോ. ആ ഗേറ്റിനടുത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി നിൽപ്പുണ്ടാവും. ഞാൻ തന്നെയും കൊണ്ട് അവിടെ ചെന്നിറങ്ങുന്നത് കണ്ടാൽ പിന്നെ ചോദ്യമായി, പറച്ചിലായി, പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയേണ്ട സാഹചര്യത്തിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അതിനൊന്നും നമ്മളായിട്ട് വഴിയൊരുക്കണ്ട. എന്താടോ, അതല്ലേ നല്ലത്? ഒരു ഞെട്ടലിലെന്ന പോലെ അവൾ വീണ്ടും മൂളി അറിയിച്ചു. പിറകിൽ നിന്നും അവൾ പതുക്കെ ഇറങ്ങി. അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് തിരികെ വാങ്ങിക്കുമ്പോഴും പരസ്പരം അവരുടെ കണ്ണുകൾ തമ്മിൽ വീണ്ടും കൂട്ടിമുട്ടി. ബാഗ് തൻ്റെ കയ്യിലേക്ക് തിരിച്ചു വാങ്ങിച്ചെന്നറിയാതെ ഒരു നിമിഷം അവളും അത് നൽകിയെന്നറിയാത്ത ഭാവത്തിൽ അവനും സ്വയം മറന്നവിടെ നിന്നുപോയി. പെട്ടെന്നാണ് ആദിയുടെ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ബാഗിൽ പിടിച്ചിരുന്ന തൻ്റെ കൈ പിറകിലേക്ക് വലിക്കാൻ അന്നേരമാണ് അവൻ ഓർത്തത്. ഫോണെടുത്ത് ചെവിയിൽ വെക്കാൻ ശ്രമിക്കുന്ന നേരം കൊണ്ട് ഗൗരി പതിയെ അവിടെ നിന്നും നടന്നു തുടങ്ങിയിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അതിന് മറുപടിയായി തന്നോടൊന്നും പറയാൻ നിൽക്കാതെ പോയിക്കളഞ്ഞ ഗൗരിയെ ഒരു നേർത്ത പ്രതീക്ഷയോടെ അവൻ ഏന്തി വലിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഗേറ്റ് കടന്നവൾ ഹോസ്റ്റലിനകത്തേക്ക് കയറിയിരുന്നു. ഗൗരിയുടെ വേച്ചുകൊണ്ടുള്ള നടത്തം കണ്ടവരൊക്കെ അവളെ അത്ഭുതത്തോടെയും സംശയത്തോടെയുമാണ് വീക്ഷിച്ചത്. ഹോസ്റ്റൽ വാർഡൻ്റെ മുന്നിൽ പെടാതെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞതിനു പകരമായി അവൾ ദൈവത്തോട് നന്ദി അറിയിച്ചു. ആർക്കും മുഖം കൊടുക്കാൻ നിൽക്കാതെ വേഗം നടന്നവൾ റൂമിലേക്കെത്തി വാതിലടച്ചു. ഒരു നെടുവീർപ്പോടെ കണ്ണുകൾ അടച്ച് തുറന്നതും ഒരുപാട് ചോദ്യചിഹ്നവുമായി തൻ്റെ മുന്നിൽ കണ്ണുരുട്ടി പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന മീരേച്ചയെ കണ്ടതും അവളുടെ മുഖം വീണ്ടും വിളറി തുടങ്ങി. ചുണ്ടിൽ നേരിയ ചിരി പകർത്താൻ ശ്രമിക്കുന്നതിന് മുൻപേ മീര അവളെ മൊത്തത്തിൽ അടിമുടിയൊന്ന് വീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. ഗൗരിയുടെ പരിങ്ങിയുള്ള നിൽപ്പും ഭാവവും കണ്ട മാത്രയിലെ അവളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. തന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഉള്ള അവസരത്തിന് ഇടകൊടുക്കാതെ മീരയിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി അവൾ ശ്രമിച്ചതും അതിന് സമ്മതിക്കാതെ എന്നോണം മീര അവളെ പിടിച്ചു നിർത്തി. നിൽക്ക്, എങ്ങോട്ടാ നീ ഇടിച്ചു കയറി പോകുന്നത്? നിന്റെ ഫോൺ എന്താ ചത്ത് കിടക്കുകയാണോ? എത്ര നേരമായി ഞാൻ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? ഇവിടെ എത്തിയാലുടനെ നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ എത്താമെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്നാൽ ഒന്നിനും ഒരു മറുപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല,
പിന്നെ വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. എന്താ ഗൗരി ഇതൊക്കെ? തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മീരയ്ക്കും സങ്കടം വന്നു. അല്ലേലും അതങ്ങനെയല്ലേ, നമ്മൾ എത്ര സ്നേഹിച്ചാലും ചിലർക്കൊന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. നിന്റെ കാര്യത്തെ ഞാൻ എന്തിനാ വെറുതെ BP കൂട്ടാൻ ശ്രമിക്കുന്നത്? നീ എൻ്റെ ആരാ? വെറും ഒരു റൂംമേറ്റ്, അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നുമില്ല, ഒന്നും. അവൾക്ക് പോകാൻ വഴി മാറിക്കൊടുത്ത ശേഷം മീര മുഖം തിരിച്ചു നിന്നു. തന്നോടുള്ള പരിഭവത്തെ സ്വയം ഏറ്റെടുത്ത് പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീരേച്ചിയെ കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. കാരണം തന്നോടുള്ള മീരേച്ചിയുടെ സ്നേഹം അവളപ്പോൾ ശരിക്കും തിരിച്ചറിയുകയായിരുന്നു. കുറച്ചു നേരം കൊണ്ട് തൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ പേടിയും വേദനയുമെല്ലാം ഇനിയെങ്കിലും മീരേച്ചിയുടെ മുൻപിൽ തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് അവളും തീരുമാനിച്ചു. തോളിൽ തൂക്കിയ ബാഗ് ബെഡിന് മുകളിലേക്ക് ഇട്ടുകൊണ്ടവൾ മീരയെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്രതീക്ഷിതമായ അവളുടെ ആ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ മീരയും അവളെ ചേർത്ത് പിടിച്ചു. താൻ പറഞ്ഞു പോയ വാക്കുകൾക്ക് മൂർച്ചയൽപ്പം കൂടിപ്പോയോ എന്ന സംശയത്തോടെ ഒരു നിമിഷം മീരയുടെ മനസ്സും അപ്പോൾ വ്യാകുലപ്പെട്ടു തുടങ്ങി.